എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ ഉള്ളത് കുത്തിത്തിരിപ്പുകാരാണ്. അങ്ങനെ കുത്തിത്തിരിപ്പുകാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് എനിക്ക് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്തുവാടെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കാൻ ശ്രമിക്കണം. ഇനി അഥവാ ഒരുമിച്ച് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ വായടച്ച് മിണ്ടാണ്ടെങ്കിലും ഇരിക്കണം. അത് ചെയ്യാനുള്ള ഒരു മര്യാദയെങ്കിലും കാണിച്ചുകൂടെ? കുറച്ചെങ്കിലും ഒരിത്തിരി വകതിരിവ് വേണ്ടേ മനുഷ്യരെ നിങ്ങൾക്ക്? നമ്മളൊക്കെ ഘോരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പരസ്പരം ചെളിവാരി തേച്ചും കരിവാരി തേച്ചും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പുണ്ടാക്കി ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ സ്വസ്ഥതക്കേട് നശിപ്പിക്കുന്ന രീതിയിൽ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ രാവും പകലും ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് ഘോരം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് കേൾക്കുന്ന കുറച്ച് പേരെങ്കിലും കുരു പൊട്ടിയിട്ട് ചോദിക്കും, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് എന്താ വ്യൂസ് വരില്ലേ? നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലേ നിങ്ങൾക്ക് വരുമാനം കിട്ടില്ലേ എന്ന് ചോദിക്കും. അത്തരത്തിൽ ചോദിക്കുന്ന ആളുകളോട് എനിക്ക് തിരിച്ച് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, വരുമാനം കിട്ടാനായിട്ട് ഈ ന്യൂസ് ചാനലിൽ കാണുന്ന കാര്യങ്ങൾ തപ്പിപ്പിടിച്ച് വന്നിരുന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് മസാല തേച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതും ഇതുപോലെ ഒറിജിനൽ കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ട് പറയുന്നതും തമ്മിൽ രാപ്പകൽ വ്യത്യാസമുണ്ട്. ആ മസാലയിലായിരിക്കും കൂടുതലും വ്യൂസ് വരുന്നത്. അല്ലാണ്ട് ഇതുപോലെയൊക്കെയുള്ള സത്യസന്ധമായിട്ട് പറയുന്ന, അതായത് ന്യൂസ് ചാനലിൽ കാണുന്ന വീഡിയോകൾ നമ്മൾ എടുത്തിട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതലും മസാല ചേർത്തിട്ടുള്ള, ഇപ്പോൾ രേണുസുതി ഇപ്പോഴത്തെ വൈറൽ സംഭവമാണ്. രേണുസുതിയൊക്കെ എടുത്തിട്ട് ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് നല്ല രീതിയിൽ വ്യൂസ് വരും. അതുപോലെ ആരുടെയും പേര് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. ഇപ്പോൾ രേണുസുതി അത്യാവശ്യം എയറിലായതാണ് ഞാൻ അവരുടെ പേര് തന്നെ പറഞ്ഞതിൻ്റെ കാര്യം, അല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്ത് ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാതിരിക്കാൻ, നമ്മുടെ രാജ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ പരസ്പരം മുഖം മറത്ത് പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഈ രാവും പകലും ഒക്കെ ഇതുപോലെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, നമ്മൾ സ്നേഹത്തോടെ നിൽക്കണം എന്നൊക്കെ പറയുന്നത്. നമ്മുടെ രാജ്യത്ത് ഒരിക്കലൊരു കലാപത്തിൻ്റെ അന്തരീക്ഷം എന്താണെന്ന് മനസ്സിലാക്കിയവരാണ് നമ്മൾ. ഇനി ആ ഒരു രീതിയിലേക്ക് വരരുത് എന്നുള്ള ചിന്ത മനസ്സിൽ നല്ല രീതിയിലുള്ളത് കൊണ്ടാണ് നമ്മൾ വീണ്ടും ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊക്കെ എത്ര കേട്ടാലും കണ്ടാലും മനസ്സിലാവാത്തത്, കുറേ വർഗീയതയും രാഷ്ട്രീയവും തലയിൽ പിടിച്ച് തലയ്ക്ക് പ്രാന്ത് പിടിച്ചിരിക്കുന്ന കുറേ എണ്ണം വന്നിട്ടിടുന്ന കമൻറ്റുകളാണ് ഞാനിത് പറയാനുള്ള ഒരു കാരണമെന്ന് പറഞ്ഞാൽ. സംഭവം വേറെ അധികമായിട്ട് വൃത്തികേടുകളോ അനാവശ്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു പുള്ളിക്കാരൻ വന്നിട്ട്, പുള്ളിക്കാരൻ ഫേക്ക് ഐ ഡി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫേക്ക് ഐ ഡി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്കാരൻ്റെ കമൻ്റ് എന്ന് പറഞ്ഞാൽ @JT എന്നിട്ടിട്ട് LE. അത് ശരിക്കും ഇതൊരു ഐഡിയ ആണ്. ഇത് എന്താണിത് ഈ ഒരു ഐഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇതാണ് ഈ പച്ച കളറിൽ ഇതാണ് ആ ഒരു ഈ ഒരു ഐ ഡി നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ. ഈ ഒരു ഐ ഡി എന്ന് വന്നിരിക്കുന്ന ഒരു കമൻ്റാണ്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം 40 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ട്. അത് പറയുന്നതെന്ന് വെച്ചാൽ, RSSന് ഹിന്ദു മതവുമായിട്ട് ബന്ധമില്ല. അതെന്താ ഇല്ലാത്തത്? ഹിന്ദുക്കളല്ലേ ഈ RSSലുള്ളവരൊക്കെ? എല്ലാവരും അങ്ങ് RSSലുള്ളവരെല്ലാവരും മുസ്ലിങ്ങളാണോ? RSSലുള്ള എല്ലാവരും ക്രിസ്ത്യാനികളാണോ? അതെന്താ ഹിന്ദു മതവും RSSും തമ്മിൽ ബന്ധമില്ലാത്തത്? ഹിന്ദുക്കളാരും RSSൽ ഉൾപ്പെടുന്ന ആളുകളല്ലേ? ഈ ശാഖയിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളൊക്കെ എവിടെയുള്ള ആളുകളാണ്? ഹിന്ദുക്കളല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളിക്കകത്ത് വെച്ചിട്ടാണോ ഈ ശാഖ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്? നമ്മുടെ ക്ഷേത്രങ്ങളുടെ പരിസരത്ത് വെച്ചിട്ട് തന്നെയാണ് ശാഖ പോലുള്ള കാര്യങ്ങൾ ഒക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടെന്ന് പറഞ്ഞാൽ RSSും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും എല്ലാവരും ഉള്ള ഒരു പ്രദേശത്താണ് ഞാൻ ജീവിക്കുന്നത്. ഇവിടെ ആരും മതമോ വർഗമോ രാഷ്ട്രീയമോ ഒന്നും പറയാറില്ല. എല്ലാവരും തോളോട് തോൾ ചേർന്ന് നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു ക്ഷേത്രത്തിൽ ഒരു ഉത്സവം വന്നാലും ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ പൊതുവേ നമ്മൾ പറയപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റുകാർക്ക് ക്ഷേത്രവുമായിട്ട് ബന്ധമില്ലെന്നാണ്. പക്ഷേ നമ്മുടെ ഇവിടെയൊക്കെ, ഞാൻ താമസിക്കുന്ന പ്രദേശത്തൊക്കെ ഈ ഒരു ക്ഷേത്രത്തിൽ ഉത്സവം വന്നാലും ഫ്ലോട്ടിൻ്റെ കൂടെയൊക്കെ തുള്ളിച്ചാടി നടക്കാനും ഒക്കെ അവരാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. പക്ഷേ എല്ലായിടത്തും എത്രത്തോളം ഇതാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. അതല്ലാത്തതും ഉണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ
പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറയുന്ന കമൻറ്റ് RSSന് ഹിന്ദു മതവുമായിട്ട് ബന്ധമില്ലെന്ന്. അതെന്താ ഇല്ലാത്തത്? നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭരണാധികാരി ഏത് മതത്തിൽപ്പെടുന്നതാണ്? ഹിന്ദു അല്ലേ അദ്ദേഹം? അതുപോലെ ഈ ബാക്കിയുള്ള ടീംസുകളൊക്കെ, പ്രത്യേകിച്ച് ആരുടെയും പേര് ഞാനെടുത്ത് പറയുന്നില്ല, അവരൊക്കെ എന്താ? ഈ പറയുന്ന സുരേഷ് ഗോപി അദ്ദേഹം എന്താ? അദ്ദേഹം ഏത് മതക്കാരനാണ്? ഇസ്ലാമാണോ? അതുപോലെ കൃഷ്ണകുമാർ, ശശികല ടീച്ചർ, ഇവരൊക്കെ എന്ത് മതത്തിൽപ്പെടുന്ന ആളുകളാണ്? അവരാരും ഹിന്ദു അല്ലേ? അതുപോലെ പറയാനാണെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്. ഇവരാരും ഹിന്ദുക്കളല്ലേ? അമിത്ഷാ അദ്ദേഹം എന്താണ്? എന്തുപാടെ എന്തെങ്കിലും അങ്ങ് പറയാനായിട്ട് നോക്കരുത്, എന്തെങ്കിലും വന്ന് പടച്ചിറക്കി വിടാനായിട്ട് നോക്കരുത്. ഇവിടെ നിങ്ങൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇപ്പോൾ ഈ കമൻ്റ് ഇട്ട വ്യക്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാഷ്ട്രീയം വെച്ചിട്ടാണ് പുള്ളിക്കാരൻ കമൻ്റ് ഇട്ടിരിക്കുന്നത്. ഈ കമൻ്റ് ഇട്ടിരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഒരു ഇസ്ലാമുമല്ല, ഇദ്ദേഹം ഒരു ഹിന്ദുവുമല്ല, ഹിന്ദു അല്ലെന്നല്ല. ഈ കമൻ്റ് ഇട്ടിരിക്കുന്ന ആൾ ഒരു RSS അല്ല. എന്തായാലും അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കാം, അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരനായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കമൻ്റ് ഇടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്നത് RSSന് ഹിന്ദു മതവുമായിട്ട് ബന്ധമില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ തീവ്രവാദത്തിന് ഇസ്ലാമുമായും ബന്ധമില്ലെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ ഇവിടെ തീവ്രവാദം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഈ കമൻറ്റിൻ്റെ അവകാശി ആരാണോ അദ്ദേഹം ഇറക്കിയ ആളുകളായിരിക്കും ഇപ്പോൾ അവിടെ വന്നിട്ട് ഇത്രയും വലിയ ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കിയതെന്ന് പറയേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ. എടോ താനൊക്കെ ഏത് രാജ്യത്താണോ ജീവിക്കുന്നത്? എടോ വൃത്തികെട്ടവനെ, നമ്മുടെ രാജ്യത്തുള്ള, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള മുസ്ലിങ്ങളെ അല്ല ഇവിടെ ആരും കുറ്റം പറയുന്നില്ല. ഓക്കെ, ഇസ്ലാമുകൾ തന്നെയാണ്, ഇസ്ലാം വിഭാഗത്തിൽ പെടുന്ന തീവ്രവാദികൾ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് വന്നിട്ട് 10, 28, 29ഓളം പേരെ നിറയൊഴിച്ച് കൊന്നിട്ട് പോയത്. അതിൽ യാതൊരു തർക്കവും ഇല്ല. ഇസ്ലാം തീവ്രവാദികൾ തന്നെയാണ് ചെയ്തത്. അതിനർത്ഥം ഇന്ത്യയിലുള്ള ആളുകളാണെന്നല്ല. അതിനർത്ഥം ഇന്ത്യയിലുള്ളവരെ തീവ്രവാദികളെന്ന് ഇവിടെ ആരും വിളിച്ചിട്ടില്ല. തീവ്രവാദികളെ പിന്നെ എന്താണെന്ന് വിളിക്കണം? നമ്പൂതിരി നായന്മാരെ എന്ന് വിളിക്കണോ? ഈ തീവ്രവാദികളെ പിന്നെ എന്തെന്ന് വിളിക്കണം? നമ്പൂതിരി നായന്മാരെന്ന് വിളിക്കണോ? അങ്ങന്നന്മാരെന്ന് വിളിക്കണോ? അടിയാന്മാരെന്ന് വിളിക്കണോ? എന്തെന്ന് വിളിക്കണം? പറയുന്നതിന് എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ മനുഷ്യ? നിങ്ങളെപ്പോലുള്ള ആളുകളാണ് ഈ നമ്മുടെ നാട്ടിൽ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നത് മുഴുവനും. പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. നമ്മൾ ഓരോ നിമിഷവും നമ്മൾ എല്ലാവരെയും സഹോദരങ്ങളാണ്, നമ്മളെല്ലാവരും ഒരേ സഹോദരങ്ങളാണ്. ഇന്ത്യക്കകത്തുള്ള ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിനകത്ത് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അവിടെ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കണ്ട എന്ന് പറയുമ്പോൾ നിങ്ങളെപ്പോലുള്ളവർ വന്നിട്ട് ഇത്തരത്തിലുള്ള കമൻ്റ് ഇടേണ്ട ആവശ്യം എന്താണ്? ഇയാൾ പറയുന്നത് എന്താണ്? തീവ്രവാദത്തിന് ഇസ്ലാമുമായും ബന്ധമില്ലെന്ന്. ഉണ്ടടോ, അത് നമ്മുടെ ഇന്ത്യക്കകത്തുള്ള ഇസ്ലാമെന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇസ്ലാം തീവ്രവാദികളാണ് ഇത് ചെയ്തത് എന്നുള്ള കാര്യത്തിന് അവർ തന്നെ അംഗീകരിക്കുന്നു. ഈ ചെയ്ത തെറ്റിൻ്റെ ഉത്തരവാദിത്വം അവർ തന്നെ അംഗീകരിച്ച് കഴിഞ്ഞു. തനിക്ക് മാത്രം എന്താണ് നേരം വെളുക്കാത്തത്? പക്ഷേ നമ്മുടെ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ അല്ല നമ്മൾ തീവ്രവാദികളെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് അതിക്രമിച്ച് നുഴഞ്ഞ് കയറി വന്ന് രാജ്യത്തുള്ള 29ഓളം സഹോദരങ്ങളെ നിറയൊഴിച്ച് കൊന്ന മനുഷ്യരെ തീവ്രവാദികൾ എന്നല്ലാണ്ട് എന്തെന്നാണ് അവരെ വിളിക്കേണ്ടത്? അവർ മുസ്ലിങ്ങളാവുമ്പോൾ ഇസ്ലാം തീവ്രവാദികളെന്നേ അവരെ പറയാൻ പറ്റൂ. അല്ലാതെ അവർ ഹിന്ദുക്കളാണെങ്കിൽ അവരെ ഹിന്ദു തീവ്രവാദികൾ എന്ന് പറയാം. എന്തുവാടോ? ദയവ് ചെയ്ത് തനിക്കൊക്കെ വായും പൂട്ടി മിണ്ടാണ്ടിരുന്നൂടെ? നിങ്ങളെപ്പോലുള്ളവരാണ് ഇതുപോലുള്ള പ്രശ്നങ്ങളെ മുഴുവനും ആളിക്കത്തിക്കാൻ നോക്കുന്നത്. നമ്മളെല്ലാവരും ഒന്നാണെന്ന് വിശ്വസിക്കണോ? ഈ ഒരു കമൻറ്റ് കണ്ടപ്പോഴുണ്ടല്ലോ പ്രതികരിക്കണമെന്ന് തോന്നി. കാരണം ഇതുപോലുള്ള ഒരു കമൻറ്റ് നമ്മൾ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും ഇതുപോലെയുള്ള കമൻറ്റുമായിട്ട് വരും. അതിൻ്റെ ആവശ്യം എന്താ? നമ്മളെപ്പോഴും പറയുന്നതൊന്നാണ്, നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ. അല്ലാണ്ട് നമ്മുടെ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ മുഴുവൻ നമ്മൾ തള്ളിക്കളയല്ല ചെയ്യുന്നത്. നിങ്ങളുടെ ആളുകളാണ്, ഞങ്ങളുടെ ആളുകളാണ്, അങ്ങനെ ഇവിടെ ആരും പറയുന്നില്ല. എല്ലാവരും ഒരേ മനസ്സോടുകൂടി പറയുന്നത് നമ്മളെല്ലാവരും. കേവലം ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നമാണെന്നാണ് നമ്മൾ പറയുന്നത്. ഒരു മതത്തിൻ്റെയോ ഒരു വർഗത്തിൻ്റെയോ ഒരു രാഷ്ട്രീയത്തിൻ്റെയോ പ്രശ്നമല്ല. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുടെ പ്രശ്നമാണ്. നമ്മുടെ രാജ്യത്തിലെ ഓരോ പൗരൻ്റെയും പ്രശ്നമാണ്.
നിങ്ങൾ കാണുന്നില്ലേ, മറ്റ് പല രാജ്യങ്ങളിലും യുദ്ധം നടന്ന സംഭവങ്ങൾ നമ്മളെല്ലാം കണ്ടതല്ലേ? യുദ്ധത്തിൻ്റെ ഭീകരമായ അവസ്ഥ എന്താണെന്ന് നമ്മളെല്ലാം കണ്ടതും കേട്ടതുമല്ലേ? എന്നിട്ടാണോ ഇങ്ങനെ നിന്നുള്ള വർത്തമാനങ്ങൾ പറയുന്നത്? കമൻറ്റ് ബോക്സിൽ വന്നിട്ട് മേലാൽ ഇങ്ങനെയുള്ള തോന്നിയാസങ്ങൾ എഴുതി വിടരുത്. RSSകാരും ഹിന്ദുക്കളല്ലെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളല്ലേ RSSകാർ? നരേന്ദ്രമോദി പിന്നെ എന്ത് ജാതിയാണ്? ഇസ്ലാമാണോ നരേന്ദ്രമോദി? മോദിജി ഇസ്ലാമാണോ? സുരേഷ് ഗോപി എന്ത് ജാതിയാ? ഒന്നും പറയിക്കരുത് കേട്ടോ, ആരാണെങ്കിലും. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള നെഗറ്റീവുകൾ ഉണ്ടാക്കാതെ ഒന്ന് വായൊതുക്കി വെച്ച് ഒന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ നോക്ക്. എന്തായാലും തന്നെ പോലെ ഒരുത്തൻ്റെ ഈ വൃത്തികെട്ട കമൻറ്റ് നമുക്ക് സഹിക്കേണ്ട കാര്യമില്ല. താൻ ഇനി ഇതുപോലുള്ള കമൻറ്റ് ഇടാനായിട്ട് എൻ്റെ ചാനലിലും വരണ്ട, തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വിടാൻ പോവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തേക്കണേ. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ജയ് ഹിന്ദ്.